ഹലോ ഗേൾസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. അതായത് വെൽക്കം ഡേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരുങ്ങി റെഡിയായി നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗമായിട്ട് നിങ്ങൾ കാണുന്നത്. പച്ച പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇറക്കിയതാട്ടോ. അത് കഴിഞ്ഞ് പുതിയ ബാഗൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ജാടയൊക്കെ ഇട്ടാട്ടോ പോണത്. നിന്നെ അവിടെ ഇരുത്തിയരടി, എന്നെ മാത്രം അവിടെ ഇരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാട്ടോ പോണത്. അപ്പം ഇതാണ് അവരുടെ സ്കൂള്. സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ. അപ്പം അവിടുത്തെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഡാൻസൊക്കെ കഴിഞ്ഞ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഗിഫ്റ്റ് മേടിക്കാനായിട്ട് അപ്പയും മോളും കൂടി കയറി പോകുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഓരോ ഡിവിഷൻ അനുസരിച്ചാണ് വിളിക്കുന്നത്. ABC D വരെ ഉണ്ടെന്ന് തോന്നുന്നത് അവരുടെ ഡിവിഷൻ തിരിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് B ഡിവിഷനാട്ടോ. അപ്പോൾ B ഡിവിഷനിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തീർന്ന് കഴിഞ്ഞിട്ട് പതിയെ പോവാട്ടോ. സി വിളിക്കാൻ തുടങ്ങി, ഡിവിഷൻ C വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പതിയെ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇത് അങ്ങ് അപ്പുറം വഴി ക്യൂ ഉണ്ട്. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നത്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ട് വന്നുകൊണ്ട് ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതിന് കുഞ്ഞിൻ്റെ ഡാൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ വഴക്കുണ്ടാക്കിയതുകൊണ്ട് അവൾ ഇറങ്ങി വെളിയിൽ വന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം അവളുടെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അടുത്തൊന്നും വരുന്നില്ല, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് തന്നെ കയറി വരുന്നില്ല. അപ്പോൾ അവരുടെ പേരാണ് വിളിക്കുന്നത്. വിളിച്ച് കഴിയുമ്പോഴത്തേനും ഗിഫ്റ്റൊക്കെ മേടിച്ച് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അതിനകത്ത് സ്കെയിലുണ്ടായിരുന്നു, 2 പെൻസിലുണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മിഠായി ഉണ്ടായിരുന്നു, ഇറേസർ ഉണ്ടായിരുന്നു, ഷാർപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഗിഫ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു പേപ്പർ ഉണ്ടായിരുന്നു, നോട്ടീസ് ആയിട്ടൊരു പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് പേരൻസിനെ അറിയാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും ഒന്നത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഡാൻസായിരുന്നു, ഫ്യൂഷൻ സോങ്ങൊക്കെ ആയിരുന്നു. പുതിയ പിള്ളേരുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് ഒക്കെ ആക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ പിള്ളേർ പൊതുവെ ഒന്ന് ഡെസ്പാവില്ല. അപ്പോൾ ആ ഒരു ഫീലിങ്സ് എനിക്കവിടെ കണ്ടില്ല കേട്ടോ. പുതിയതായിട്ട് വന്ന പിള്ളേർ എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് ഭയങ്കര ഡാൻസ്, പാട്ട്, ഭയങ്കര കോലാഹലം ബഹളമാക്കിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ആദ്യമായിട്ട് പോയിക്കൊണ്ട് നിർത്തനും പേടിച്ച് വിറച്ച് അമ്മ പോകുന്നോട്ട് കരഞ്ഞ് കാറി കൂടിയൊക്കെയാണല്ലോ വരുന്നത്. ഞാനിപ്പോൾ ഇപ്പോഴും ഓർക്കുന്നത് ആ ഒരു എന്താ പറയുക, അതൊന്നും ഇപ്പം കാണാനേ ഇല്ല കേട്ടോ. എല്ലാ പിള്ളേരും ഭയങ്കര ഹാപ്പിയാണ്, അവർ വേറൊരു വൈബിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വന്ന് താഴെ പാർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർക്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ കൂടെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാ പിള്ളേരും അങ്ങോട്ടും ഭയങ്കരമായിട്ട് കയറാനും ആട്ടി കൊടുക്കാനും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പുറത്തോട്ട് മാറി പാവ ഇരിപ്പുണ്ട് കേട്ടോ. പാവ ഉള്ളതുകൊണ്ട് പതിയെ ആടുക കേട്ടോ. അവർക്ക് പേടിയാണ്. അപ്പം ഭയങ്കര വേറെ ആരും ആട്ടുണ്ടാന്നുള്ള രീതിയിലാണ് ആൾ നോക്കി വെക്കുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് അവസാനം ഐശ്വര്യനൊക്കെ ആൻറ്റിയൊക്കെ കൂടി പതിയെ ഞാനും ഒത്തുകൂടി പതിയെ ആട്ടും. അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ കളിച്ച് അങ്ങനെ കളിച്ചൊക്കെ നടന്നു കേട്ടോ. ഒരു ചേട്ടയൊക്കെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവളുടെ കൗത്താരൊക്കെ കണ്ടിങ്ങനെ ഞങ്ങളിങ്ങനെ കൂടെ നടക്കും കേട്ടോ. പിള്ളേർ ഹാപ്പി ആകട്ടെ അല്ലേ. നമ്മളെപ്പോലെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, നമ്മളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് കരഞ്ഞ് കാറിക്കൂടെ നാശമായി ആരോടും ഇല്ലാതെ ഒരു കൂട്ടോ ഓടണമെങ്കിൽ തന്നെ 2-3 ദിവസം എടുക്കണം അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർ വേറൊരു ലെവലാണ്. നമുക്ക് മനസ്സിലാവത്തേ ഇല്ല അവരുടെ ക്യാരക്ടർ എന്താ, എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ചിലപ്പോൾ ചില അനുഭവം കൊണ്ട് അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. പണ്ടത്തെ ആ ഒരു ഇതേ അല്ല അവിടെ കാണുന്നത്. പണ്ടത്തെ നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു ആ ഒരു സിറ്റുവേഷനേ അല്ല നമ്മുടെ മൈൻഡിൽ നിന്ന്. അതൊക്കെ പോയി കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും അവർ ഭയങ്കര ഹാപ്പിയാണ്. അവരുടേതായ ഒരു ലോകത്താണ് അവർ നിൽക്കുന്നത് കേട്ടോ. അവിടെ നമ്മളുണ്ടോയെന്നോ ഇല്ലേന്നോ ഒന്നും അവർക്കൊരു വിചാരമല്ല. അവരുടെ പ്രായത്തിൽ കിട്ടിയ പിള്ളേരെ കിട്ടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി.
പക്ഷെ ഞാൻ വിചാരിച്ചത് അവൾ പുതിയ പിള്ളേരെ കാണുമ്പോൾ പുതിയ സ്കൂള്, അപ്പോൾ പുതിയ ആൾക്കാർ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും പൊതുവെ ഡെസ്പാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. ആരുമായിട്ട് മിങ്കിൾ ചെയ്യില്ലായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തട്ടിത്തെറിപ്പിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ വ്യക്തം കൊണ്ട് വളർന്നപ്പോഴത്തേനും വളർന്നത് തെറ്റേന്നല്ല ഞാൻ പറഞ്ഞത്. വ്യക്തം കൊണ്ട് വളർന്ന് നമ്മളിൽ നിന്ന് വ്യക്തം അകന്ന് മാറിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊരു ഫീല് തോന്നിയിട്ട് സങ്കടം പോലെ. അപ്പോൾ ഇതൊരു ഗുഹയാണ് കേട്ടോ. സങ്കടങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഗുഹയ്ക്കകത്ത് കൂടെ ബാലരമ കേവ് പോലെ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നടത്തിയാണ്. അങ്ങനെ ഈ പാർക്കിലൊക്കെ കളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾ മടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങി. ഞങ്ങൾ കയറി പോന്നു. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഫസ്റ്റ് ഡേ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.